गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै ശ്രീഗുരവേ നമഃ. ഓം ശ്രീ സായിരാം. 1973 രാജകുടുംബാംഗമായ റാണി സഹവിയുടെ ഭർത്താവിന് നെഞ്ചുവേദനയുണ്ടായി. ഉടൻ തന്നെ ബാബാഭക്തരായ ബന്ധുക്കൾ സ്വാമിയുടെ വിഭൂതി പുരട്ടി 10 മിനിറ്റിനകം നെഞ്ചുവേദനയാകുന്നു. അതിനുശേഷം റാണി പർത്തിയിലെത്തി. രാജാവിൻ്റെ അസുഖത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയതും ഭഗവാൻ അരുളി, എനിക്കറിയാം, അദ്ദേഹത്തെ വൈറ്റ്ഫീൽഡിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെ സ്വാമി ബാംഗ്ലൂരിലെത്തിയപ്പോൾ രാജാവും റാണിയും ദർശനത്തിനെത്തി. ഡോക്ടർമാർ യാത്ര ചെയ്യരുത് എന്ന് ഉപദേശിച്ചിരുന്നു. പക്ഷേ അവർക്ക് സ്വാമിയുള്ള വിശ്വാസം മൂലം യാത്ര ചെയ്തു. അങ്ങനെ ആ ദമ്പതികളെ ഭഗവാൻ അഭിമുഖത്തിന് വിളിച്ചു. വിഭൂതി സൃഷ്ടിച്ച് രാജാവിൻ്റെ വായിൽ ഇട്ടുകൊടുത്തിട്ട് ഭഗവാൻ അരുളി, നിന്റെ ഹൃദയത്തിന് സമീപമുള്ള നാഡി കേടുവന്നിരിക്കുന്നു. ഡോക്ടർമാർ വിദേശത്ത് പോയി മേജർ ശസ്ത്രക്രിയ ചെയ്യാൻ നിർദ്ദേശിച്ചുവല്ലോ. 2-3 ലക്ഷം ചിലവാകും. താങ്കൾ അത് വേണ്ടെന്ന് തീരുമാനിച്ചു, ശരിയല്ലേ? ഏതായാലും ഇനി പോകേണ്ട, താങ്കൾക്ക് സുഖമാവും. സ്വാമി അത് സുഖമാക്കും. അതിനുശേഷം ആരോടും രാജാവ് പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ സ്വാമി പറഞ്ഞു. റാണിയും രാജാവും സന്തോഷത്തോടെ മടങ്ങി. അന്ന് രാത്രി ഭഗവാൻ സ്വപ്നത്തിൽ വന്നരുളി, 2 ദിവസത്തിനകം താങ്കൾ പൂർണ്ണ സുഖമാവും. 2 ദിവസം കഴിഞ്ഞ് റാണി ദർശനത്തിനെത്തി. ഭർത്താവിനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാനായിരുന്നു അവരുടെ വരവ്. പക്ഷെ സ്വാമി അവരെ ഗവനിച്ചില്ല. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം റാണി സ്വാമിയുടെ അങ്കിൽ പിടിച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ പറയാൻ പുറപ്പെട്ടു. സ്വാമി ഉടൻ പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ടുവരൂ. റാണി മടങ്ങിയെത്തി വിവരം രാജയെ അറിയിച്ചു. അദ്ദേഹം ഭയന്നുപോയി. അദ്ദേഹം പറഞ്ഞു, റാണി പർത്തിക്ക് പോയ ശേഷം കുടുംബത്തിൽ കലാപതുല്യമായ പ്രശ്നങ്ങളുണ്ടായി. സായീശ്വരൻ അത് പരിഹരിക്കും എന്നൊന്നും ചിന്തിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ഞാൻ അപ്പോൾ. മനക്ഷോഭം ഉണ്ടാകരുത് എന്ന വൈദ്യനിർദ്ദേശം ഉള്ളതുകൊണ്ട് ഞാൻ നേരെ മുറിയിലേക്ക് പോയി. അവിടെ കരുതിയിരുന്ന് വിസ്കി എടുത്ത് കഴിക്കാനായി ഗ്ലാസ്സിൽ നിറച്ചു. കുടിക്കാൻ തുടങ്ങുമ്പോൾ എതിർവൃത്തിയിൽ സ്വാമിയുടെ ചിത്രം. അത് ചിരിച്ചുകൊണ്ട് തിരക്കി, നിന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ഞാനാണോ നീയാണോ? അദ്ദേഹം വിസ്കി കളഞ്ഞു, സമാധാനത്തോടെ കിടന്നു. ഏതായാലും പിറ്റേ ദിവസം അവർ ദർശനത്തിനെത്തി. ഭഗവാൻ അവർക്ക് ഇൻ്റർവ്യൂ നൽകി. അവിടെ വെച്ച് സ്വാമി രത്നം പതിപ്പിച്ചൊരു മോതിരവും സൃഷ്ടിച്ച് നൽകി. സന്തോഷത്തോടെ അവർ മടങ്ങി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ മോതിരത്തിലെ രത്നം കാണാതെ പോയി. വീട്ട് കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞ് അവർക്കത് കാറിൽ നിന്നും കിട്ടി. അത് ഉറപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ സമീപിച്ചു. അയാൾ അത് ഉറപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി 20 വർഷത്തേക്ക് ഇളകില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രത്നം വീണ്ടും കളഞ്ഞുപോയി. എത്ര തിരിഞ്ഞിട്ടും കിട്ടിയില്ല. റാണി പറഞ്ഞു, അങ്ങ് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? അതാണ് സ്വാമി തന്ന രത്നം സ്വാമിയുടെ അടുത്തേക്ക് തിരിച്ചു പോയത്. രാജാവ് സമ്മതിച്ചു. വീണ്ടും മനക്ഷോഭം ഉണ്ടായപ്പോൾ ആ പരിഭ്രമം ഒഴിവാക്കാനായി ഞാൻ കുറച്ച് വിസ്കി കഴിച്ചു. പിറ്റേ ദിവസം റാണി രാജാവുമായി ഭഗവത് സന്നിധിയിലെത്തി. ഭഗവാൻ രാജാവിൻ്റെ മോതിരം വാങ്ങിയിട്ട് ചോദിച്ചു, എവിടെ പോയി സാർ ഇതിലെ രത്നം? വിറച്ച് തൊഴുകയോടെ രാജ പറഞ്ഞു, സ്വാമിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു സ്വാമി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇത് റാണി പറഞ്ഞത് താങ്കൾ ആവർത്തിക്കുകയല്ലേ? ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ റാണിയെ കടാക്ഷിച്ചു. അതിനുശേഷം സ്വാമി ചോദിച്ചു, താങ്കൾക്ക് ഷിർഡി ബാബയെ ഇഷ്ടമാണോ? രാജാവ് പറഞ്ഞു, സ്വാമി എന്ത് തന്നാലും അതെനിക്കിഷ്ടമാണ്, ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഭഗവാന്റെ തൃക്കരം മോതിരത്തിലൂടെ ചലിച്ചു. അവിടെ രത്നം ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് സുന്ദരമായ ഷിർഡിയുടെ ചിത്രം രൂപപ്പെട്ടു. ജയ് സായിരാം. തെറ്റുകൾ എത്ര ആവർത്തിച്ചാലും പൊറുക്കാനും നയിക്കാനും ഭഗവാനുണ്ട്. ഒരിക്കലും ഭഗവാൻ നമ്മെ കൈവിടില്ല.